കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ. നമസ്കാരം. എല്ലാ മാന്യ ജ്യോതിഷ പ്രേക്ഷകർക്കും എൻ്റെ ഈ എപ്പിസോഡിലേക്ക് ഹാർദവുമായ സ്വാഗതം. തുളസി, നമ്മൾ കൃഷ്ണ തുളസിയുണ്ട്, രാമതുളസിയുണ്ട്, തുളസി ഒത്തിരി രീതിയിലുള്ള തുളസിയുണ്ട്. എന്നോട് ചോദിക്കാൻ, തുളസി തറ എന്തിനാണ് വെച്ച് പിടിപ്പിക്കുന്നത്, തുളസി എന്തിനാണ് നട്ടു വളർത്തുന്നത്? തുളസി ഏറ്റവും ഐശ്വര്യ സംബന്ധമായിട്ടുള്ളൊരു വിഷയമാണ് തുളസി. തുളസിയെ നമ്മൾ ആചരിക്കുന്നതും തുളസിത്തറ പണിയുന്നതും തുളസിത്തറയിലൊരു വിളക്ക് തെളിക്കുന്നതും ഒക്കെ ഏറ്റവും ഉത്തമമായിട്ടുള്ള കാര്യമാണ്. ആ തുളസി മഹാവിഷ്ണുവിൻ്റെ ഭാര്യയാണ്, മഹാവിഷ്ണുവിൻ്റെ സഹധർമ്മിണിയാണ്, മഹാവിഷ്ണുവിൻ്റെ പത്നിയാണ്. എല്ലാ ദിവസവും നമ്മൾ രാവിലെ തുളസിക്ക് വെള്ളമൊഴിച്ച് ആ തുളസിക്ക് വലം വെച്ച് അഖിലമായിട്ട് നമ്മൾ ക്ഷമാപണം ചെയ്ത് തുളസിയുടെ ഒരു അല്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇലയെടുത്ത് അത് നമ്മൾ പൂജാമുറി കൊണ്ടുവന്ന് മഹാവിഷ്ണുവിൻ്റെ പാദത്തിൽ അർച്ചിക്കുന്നത് പോലെ, ഒന്നും വേണ്ട, ഓം നമോ നാരായണ ജപിച്ചാൽ മതി, അതവിടെ അർച്ചിക്കുകയും. അതുപോലെ വാഹനത്തിൽ നമ്മൾ വാഹനത്തിന് അപകടങ്ങളോ മറ്റു കാര്യങ്ങളോ ഒന്നും ഉണ്ടാകാതിരിക്കാൻ ഏതെങ്കിലും ഒരു പുഷ്പമോ അല്ലെങ്കിൽ ഒരു തുളസിക്കതിരോ ഭഗവാന് ചൂടിയതിന് ശേഷം മാത്രമേ ഉപയോഗിക്കാവുന്ന. അത് നമ്മളൊരു തുളസിക്കതിര് പറിച്ച് ഭഗവാന്റെ മുമ്പിൽ വെച്ചിട്ട് ആ തുളസിക്കതിരെടുത്ത് വാഹനത്തിന് മുമ്പിൽ വെച്ചിട്ട് യാത്ര ചെയ്തോളൂ. അന്നത്തെ ആ വാഹനത്തിന് ഒരു ആക്സിഡൻ്റ് ആട്ടെ, ഒരു ചെറിയ മുട്ടലാട്ടെ, തട്ടലാട്ടെ, മറ്റു കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഒരു ദിവസം ചെയ്താൽ അത് നിത്യവും ചെയ്യണം. നിത്യവും അങ്ങനെ ചെയ്തു ഒരു പുഷ്പമെങ്കിലും നമ്മൾ വാഹനത്തിന് ഏറ്റവും നല്ലതാണ്. ഒരു പുഷ്പമെങ്കിലും എടുത്ത് നമ്മുടെ വാഹനത്തിൻ്റെ മുമ്പിൽ വെച്ചിട്ട് യാത്ര ചെയ്യുകയാണെങ്കിൽ ആ യാത്ര സുഗമമായിരിക്കും. എവിടെ പോകുന്നു അവിടെ ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയൊക്കെ ഉണ്ടാവുമെന്ന് പറഞ്ഞുകൊണ്ട് ഈ എപ്പിസോഡ് ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. മറ്റൊരു വിഷയവുമായി അടുത്ത എപ്പിസോഡിൽ കാണുന്നതുവരെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും വിനീതമായ നമസ്കാരം. കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ.